ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായി. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കോടതി വിധിക്കെതിരെ കോഴിക്കോട്ട് സ്ത്രീ സംഘടനകളുടെ പ്രതിഷേധം. ശ്രീ മനോജ് അനുസ്മരണ സമിതിയുടെ മൂന്നാമത് മാധ്യമ പുരസ്കാരം നടൻ വിനോദ് കോവൂരിന്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മഹാത്മാ മനുഷ്യാവകാശ സംരക്ഷണ സമിതി കൂട്ടായ്മ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായി. മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഉച്ചയോടെ തന്നെ പോളിംഗ് ശതമാനം 50-ലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വോട്ടർമാരാണ് ബൂത്തുകളിലേക്ക് എത്തിയത്. കോഴിക്കോട് ജില്ലയിൽ വിവിധ തലങ്ങളിലേക്കായി 6328 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിലെ 1343 വാർഡുകളിലേക്കും 12 ബ്ലോക്ക് പഞ്ചായത്തിലെ 183 വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലെ 28 വാർഡുകളിലേക്കും കോഴിക്കോട് കോർപ്പറേഷനിലെ 76 വാർഡുകളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 3097 പോളിംഗ് സ്റ്റേഷനുകളിലായി പോലീസ് ഉൾപ്പെടെ 3000-ഓളം ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കി. കോർപ്പറേഷൻ പരിധിയിലെ ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാർ വരി നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ബൂത്തുകളിൽ വോട്ടർമാർക്ക് സമാധാനപരമായി വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഒരുക്കിയിരുന്നു. പ്രായമായവർക്ക് ക്യൂ നിൽക്കാതെയും വോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർ സൗകര്യമൊരുക്കി. പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചാണ് സുഗമമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ജില്ലയിൽ പൂർത്തിയായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കോടതി വിധിക്കെതിരെ സ്ത്രീ സംഘടനകൾ പ്രതിഷേധിച്ചു. മുഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിച്ച പ്രവർത്തകർ അതിജീവിതയ്ക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ചു. പ്രതിഷേധ പരിപാടി അന്വേഷി പ്രസിഡന്റ് കെ അജിത ഉദ്ഘാടനം ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിക്കെതിരെ പ്രതിഷേധവുമായി പെൺ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾ ഒത്തുചേർന്നു. അന്വേഷിയും പെൺകൂട്ടും ഉൾപ്പെടെയുള്ള സ്ത്രീ സംഘടനകളിൽപ്പെട്ടവരാണ് വിധിക്കെതിരെ തെരുവിൽ ഇറങ്ങുകയാണെന്ന പ്രഖ്യാപനവുമായി ഒത്തുചേർന്നത്. പ്രതിഷേധ പരിപാടി അന്വേഷി പ്രസിഡന്റ് കെ അജിത ഉദ്ഘാടനം ചെയ്തു. പ്രോസിക്യൂഷൻ വാദങ്ങൾ കേൾക്കാൻ ജഡ്ജി തയ്യാറായില്ലെന്നും പ്രതികളുടെ അഭിഭാഷകർ പറയുന്നതാണ് ജഡ്ജി കേട്ടതെന്നും അജിത പറഞ്ഞു. സമൂഹത്തിൽ പ്രശസ്തയായ ആ നടിയെ ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്ത് സൂക്ഷിച്ച് അങ്ങനെ അതിഭീകരമായ രീതിയിൽ അവളെ അപമാനിച്ച, ഇതിൽ ശരിക്കും ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നേരെയുള്ള ആക്രമണത്തെക്കാൾ കൂടുതലായിട്ട് ഒരാളുടെ വ്യക്തിത്വത്തിന് നേരെയുള്ള ആക്രമണമാണ്. അവരുടെ മനസ്സിനേറ്റ ആഘാതം, അവരുടെ മനസ്സിനേറ്റിട്ടുള്ള ട്രോമ, അത് അത്ര എളുപ്പത്തിൽ പോകില്ല. ഈ കേസിലും നമുക്കറിയാം 5 വർഷമെടുത്തു നമ്മുടെ നടിക്ക് അവരുടെ സാധാരണ നിലയിലേക്ക് അല്ലെങ്കിൽ ശരിയായ പോരാട്ട രംഗത്തേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിക്കാൻ. കാരണം അവർക്ക് അത്രമാത്രം നീചമായ പല അനുഭവങ്ങളും ഉണ്ടായി. കഴിഞ്ഞ 8 വർഷമായി തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന അതിജീവിതയ്ക്കൊപ്പമാണ് കേരളീയ സമൂഹമെന്നുള്ള പ്രഖ്യാപനമാണ് പെൺ സൗഹൃദ വേദി നടത്തിയത്. വിജി പെൺകൂട്ട്, ജാൻസി ജോസ്, പി ശ്രീജ, CS എലിസബത്ത്, CK ഹമീദ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
മുൻകാല മാധ്യമ പ്രവർത്തകനും ന്യൂസ് പ്രൊഡ്യൂസറുമായിരുന്ന ശ്രീ മനോജിന്റെ മൂന്നാമത് അനുസ്മരണ പരിപാടി കോഴിക്കോട്ട് നടന്നു. മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതിയുടെ ശ്രീ മനോജ് മാധ്യമ പുരസ്കാരം PV ചന്ദ്രനിൽ നിന്നും നടൻ വിനോദ് കോവൂർ ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകൻ ശ്രീ മനോജിന്റെ ഓർമ്മയ്ക്കായി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ ശ്രീ മനോജ് മാധ്യമ പുരസ്കാരം നടൻ വിനോദ് കോവൂർ ഏറ്റുവാങ്ങി. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു. ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 3 വർഷമായെങ്കിലും കോഴിക്കോട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിന്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാ പൊതു ചടങ്ങുകളിലും ഓടിയെത്തുന്ന ശ്രീ മനോജിന്റെ അദൃശ്യ സാന്നിധ്യം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾ ഇത്രയേറെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ACBയുടെ ആദ്യകാല പ്രൊഡ്യൂസറായി കോഴിക്കോട്ടെ മാധ്യമരംഗത്ത് നിന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ പോലുള്ള ഒട്ടനവധി പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ ഇത്തരം ഒരു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കാനും അദ്ദേഹത്തിന്റെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്താനും മുന്നോട്ട് വന്ന സംഘാടക സമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അനുസ്മരണ സമിതി ജനറൽ കൺവീനർ KG സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെയർമാൻ P അനിൽകുമാർ അധ്യക്ഷനായി. ഡോക്ടർ ആർസു, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, ദീപക് ധർമ്മടം, മദൻ മോഹൻ, M അരവിന്ദ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, it's flavors and party time. Friends and party time, it's flavors and party time. A party. A party, no ice cream party time. Just come in, taste it, you love it. Milma ice cream. Friends and nothing flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മേപ്പാടി ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ ഫിസിയോതെറാപ്പി സെന്റർ നവീകരിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായ ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നവീകരിച്ച സെന്റർ ജീവകാരുണ്യ പ്രവർത്തകൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ആശ്രയമാണ് കോഴിക്കോട് കൊടിയത്തൂർ ആസ്ഥാനമായ ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ. ലവ് ഷോറിന്റെ വയനാട് മേപ്പാടിയിലെ ഫിസിയോതെറാപ്പി സെന്ററാണ് ഗോപിനാഥ് മുതുകാട് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ആസ്ഥാനമായ ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നവീകരിച്ചത്. അത്യാധുനിക ഉപകരണങ്ങളും ജിമ്മുമൊക്കെയായി അതിമനോഹരമായാണ് ലവ് ഷോർ നവീകരിച്ചിരിക്കുന്നത്. മേപ്പാടി മാനിവയലിലാണ് മനോഹരമായ പുതിയ സെന്റർ യാഥാർത്ഥ്യമായത്. ലവ് ഷോർ ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്റർ മേധാവി മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് നിർവഹിച്ചു. ഞങ്ങൾ അവിടെ ഒരു ലൈബ്രറിയൻ, ഒരു ഓട്ടിസം, സിവിയർ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി രംഗനാഥ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അവനവിടെ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ എല്ലാ മാസവും സാലറി മേടിക്കുന്ന ലൈബ്രറിയൻ ആക്കി മാറ്റി. എന്താ കാരണം എന്നറിയാമോ? അവിടെ 4 പുസ്തകം എടുത്തു കഴിഞ്ഞാലും
അവന്റെ ബ്രെയിനിൽ അവിടെ സൂക്ഷിക്കും. കൃത്യം ആ ദിവസമാവുന്ന സമയത്ത് അവരെ വിളിക്കും, പുസ്തകം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയും. അവൻ രജിസ്റ്റർ വേണ്ട, കമ്പ്യൂട്ടർ വേണ്ട, ആയിരക്കണക്കിന് പുസ്തകങ്ങളെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് പുസ്തകമാണെന്ന് പറയാൻ സാധിക്കും. നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അപാരമായ സാധ്യതകൾ ഓരോ കുട്ടികളിലും, ഓരോ കുട്ടിയിലും ഓരോ ടാലന്റ് ഉണ്ട്. ആ ടാലന്റ് കണ്ടെത്തുവാനുള്ള ഒരു സാധ്യത കൃത്യമായിട്ടുള്ള ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ കൂടിച്ചേർന്ന് നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ബഹ്റൈൻ ആസ്ഥാനമായ ഷാദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഫിസിയോതെറാപ്പി സെന്ററിന് ക്ലാസ് റൂമുകൾ നൽകിയത്. സമൂഹത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി നല്ല പുനരധിവാസമുണ്ടാവുക എന്നത് ആശ്വാസകരമാണെന്ന് ഷാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഷാഫി പറക്കട്ട പറഞ്ഞു. 600ഓളം കുട്ടികളുടെ ആശ്രയമായ ലവ് ഷോറിന്റെ നവീകരണം ഏറെ ശ്രമകരമായിരുന്നെന്ന് ലവ് ഷോർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി UA മുനീർ പറഞ്ഞു. സ്വന്തമായി ഒരു കെട്ടിടമില്ലാതെ, സ്ഥലമില്ലാതെ പല ദിക്കുകളിലും, പല കോട്ടേജുകളിലും, മദ്രസകളിലും മറ്റു പല സ്ഥലങ്ങളിലും മാറി മാറി സഞ്ചരിച്ച് ഇന്ന് ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം നമുക്ക് KC ബഷീർ അഹമ്മദ്, നസീർ ലോക്സ് കോഴിക്കോട്, അസീസ് വയനാട്, പ്രോഗ്രാം കോർഡിനേറ്റർ B നാസർ, കാരാടൻ നജീബ്, മജീദ് പുളിക്കൽ, ഷിബില മേപ്പാടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി ലിജി കവിത ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മഹാത്മാ മനുഷ്യാവകാശ സംരക്ഷണ സമിതി കൂട്ടായ്മ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മനുഷ്യ നന്മയ്ക്കും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടി 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചതാണ് മനുഷ്യാവകാശ സംരക്ഷണ ദിനം. അന്താരാഷ്ട്ര തലത്തിൽ ലോക ജനത മനുഷ്യാവകാശ സംരക്ഷണ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി മഹാത്മാ മനുഷ്യാവകാശ സംരക്ഷണ സമിതി വെസ്റ്റ് ഹിൽ റോയൽ ബിൽഡിംഗിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രക്ഷാധികാരി അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു. അത് അടിസ്ഥാനപരമായി അതിന്റെ വിഷയം എന്ന് പറയുന്നത് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ, അത് സയൻസ് ആവാം, എഡ്യൂക്കേഷൻ ആവാം, സാഹിത്യമാകാം. ആ സാഹിത്യ നഗരത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് നഗരത്തിന് സാഹിത്യ നഗരി എന്നുള്ള പേര് ലഭിച്ചത്. അങ്ങനെ മനുഷ്യന്റെ മുഴുവനായ സമഗ്രമായ വികസനമാണ് അതിന്റെ പിന്നിൽ യുനെസ്കോ കാണുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനം, അത് നമ്മൾ അതിൻ്റെ മനുഷ്യന് പട്ടിണി ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ ജൈവ വൈവിധ്യം, ഇതെല്ലാം ഏകീകരിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനായി ജീവിക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ മൃഗമായി പോകും. സംസ്ഥാന ചെയർമാൻ KT അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് K നമ്പ്യാർ അവകാശങ്ങളെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി. KTA ബക്കർ, എഴുത്തുപള്ളി മനോഹരൻ, അഡ്വക്കേറ്റ് ശില്പ ബാബു, TAC ബാബു, K ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന യോഗം സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി KR വേണുഗോപാലക്കുറുപ്പ്, സംസ്ഥാന ട്രഷറർ റിട്ടയർഡ് ഹവിൽദാർ E ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നല്ലൂർ അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 11ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും പ്രസാദ ഊട്ടും കലാപരിപാടികളും വിളക്കിന് പൂർണ്ണതയേകി. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ അയ്യപ്പൻ വിളക്ക് ചടങ്ങുകൾ ആരംഭിച്ചു. നല്ലൂർ അയ്യപ്പ ഭജന മഠത്തിൽ നിന്നും താലപ്പൊലിയോടെ പ്രതിഷ്ഠ എഴുന്നള്ളിപ്പും തുടർന്ന് ചെണ്ടമേളത്തോടെ പ്രതിഷ്ഠയും നടന്നു. ഉച്ചയ്ക്ക് ഭക്തർക്കായി പ്രസാദ ഊട്ടും ഒരുക്കി. നല്ലൂർ ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും ഗജവീരന്റെയും താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിന്റെയും നൃത്താഞ്ജലിയുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എത്തി. ഭക്തിഗാനമേളയും സംഘടിപ്പിച്ചു.
അയ്യപ്പൻ പാട്ട്, പൂക്കുലക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, തിരിയൊഴിച്ചിൽ, വെട്ടും തടവും എന്നീ ചടങ്ങുകളും ആചാരത്തനിമയോടെ നടന്നു. ഗുരുതി തർപ്പണത്തിന് ശേഷം അമ്പലം ചായ്ക്കലോടെ വിളക്കുത്സവം സമാപിച്ചു. നാട്യവിരുന്നിന് ദേശത്തെ കലാകാരികളും ഭക്തിഗാനമേളയ്ക്ക് സൂര്യ ഓർക്കസ്ട്രയും നൃത്താഞ്ജലിക്ക് ശിവപ്രിയം നാട്യകലാക്ഷേത്ര മണ്ണൂരും ചെണ്ടമേളത്തിന് വെളിമുക്ക് രാമദാസനും സംഘവും നേതൃത്വം നൽകി. ഭാരവാഹികളായ കുറിയേടത്ത് പുഷ്പരാജൻ, ചെറുകാട്ട് സുധർമ്മൻ, പൊന്നേമ്പറമ്പത്ത് ഷിബു തുടങ്ങിയവർ അയ്യപ്പൻ വിളക്ക് മഹോത്സവ പരിപാടികൾ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക പ്രശസ്ത സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ വിവോ X300 സീരീസിന്റെ ഫസ്റ്റ് സെയിൽ തൊണ്ടയാട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ നടന്നു. ചടങ്ങിൽ മൈജിയുടെയും വിവോയുടെയും ഒഫീഷ്യൽസും കസ്റ്റമേഴ്സും പങ്കെടുത്തു. വിവോ X300 സീരീസിന് ഒട്ടനവധി ഓഫറുകളാണ് വിവോയും മൈജിയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റ് സ്കീമിൽ ഏറ്റവും കുറഞ്ഞ 3167 രൂപ EMI-ൽ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ നിന്ന് വിവോ X300, വിവോ X300 Pro വാങ്ങാവുന്നതാണ്. 10% ക്യാഷ് ബാക്ക് ലഭിക്കുന്നതിനൊപ്പം പഴയ ഫോണുകൾ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത് മികച്ച ഓഫറിൽ പുതിയ വിവോ X300 സീരീസ് വാങ്ങാനുള്ള സ്പെഷ്യൽ അവസരവും മൈജിയിലുണ്ട്. പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മൈജിയുടെ ലോയൽറ്റി പോയിന്റ് ലഭിക്കുന്നതാണ്. ഈ ലോയൽറ്റി പോയിന്റ്സ് ഉപയോഗിച്ച് അഡീഷണൽ പർച്ചേസ് നടത്താം. കൂടാതെ ഇൻഷുറൻസിന് സമാനമായ പരിരക്ഷ നൽകുന്ന പ്രൊട്ടക്ഷൻ പ്ലാൻ കസ്റ്റമേഴ്സിന് ഉപയോഗപ്പെടുത്താം. ക്രിസ്മസ് ബമ്പർ സെയിലിനോട് അനുബന്ധിച്ചുള്ള ഓഫറുകളും മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്. മൈജിനെ സംബന്ധിച്ചിടത്തോളം X സീരീസ് എപ്പോഴും ഒരു സ്പെഷ്യൽ മോഡലാണ്. കാരണം X സീരീസിന്റെ എല്ലാ പ്രീവിയസ് മോഡലും നമ്മളാണ്, മൈജിയാണ് ഇന്ത്യ നമ്പർ 1. അതുകൊണ്ട് തന്നെ X300ഉം നമ്മൾക്ക് മൈജിയിലുള്ള പ്രീ ബുക്കിംഗ് ആണെങ്കിലും അതിന്റെ ഇൻ ടൈംസ് ഓഫ് റവന്യൂ എക്സ്പെക്ടേഷൻ ആണെങ്കിലും ഒരുപാട് വലുതാണ്. പ്രീവിയസ് മോഡൽസിനെ വെച്ചിട്ട് ഓൾമോസ്റ്റ് 5x ആണ് ഇതിന്റെ ട്രെൻഡിങ് ഇപ്പം തന്നെ സെയിൽസ് ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈജിയിൽ ഇതിന്റെ പ്രീ ബുക്കിംഗ് ഓൾമോസ്റ്റ് 4000 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 6000-ന് മുകളിൽ സ്റ്റോക്ക് ഇന്ന് മൈജിന്റെ 144 കൗണ്ടറിലായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് വെയിറ്റിംഗ് ആണ്. ബിസിനസ് ഹെഡ് സിജോ ജെയിംസ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഷമീർ ബാബു, റീജിയണൽ ബിസിനസ് മാനേജർ മുഹമ്മദ് അൽഫാസ്, BDM നിതീഷ്, ഏരിയ മാനേജർ ജംഷീർ, ABM മുഹമ്മദ് താരിഖ്, ബിസിനസ് മാനേജർ ഷനീഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവോ X300, വിവോ X300 Pro എന്നീ മോഡലുകളാണ് വിവോ X300 സീരീസിലുള്ളത്. 6.31 ഇഞ്ച് AMO LED ഡിസ്പ്ലേ വിവോ X300ലും 6.78 ഇഞ്ച് AMO LED ഡിസ്പ്ലേ X300 Proയിലും ഉൾപ്പെടുന്നു. 200 MP ZDISS പ്രൈമറി ക്യാമറ, 50 MP അൾട്രാ വൈഡ് ലെൻസ്, 50 MP ടെലിഫോട്ടോ ക്യാമറ എന്നിവ ഉൾപ്പെടുന്ന ക്യാമറ സജ്ജീകരണമാണ് വിവോ X300ലുള്ളത്.
50 MP പ്രൈമറി ലെൻസ്, 50 MP അൾട്രാവൈഡ് സെൻസർ, 200 MP ZDISS APO ടെലിഫോട്ടോ ക്യാമറ എന്നിവ ഉൾക്കൊള്ളുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സിസ്റ്റമാണ് വിവോ X300 Proയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോട് സിറ്റി പോലീസിന്റെ നോ നെവർ ആന്റി ഡ്രഗ് ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന കമ്മീഷണേഴ്സ് ചാമ്പ്യൻസ് ലീഗ് നഗരത്തിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നു. കോഴിക്കോട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി SPC യൂണിറ്റ് നിരവധി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുട്ടികളിലെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വളർച്ചയ്ക്കും സഹായകമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പ്രൊവിഡൻസ് സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഭാഗമാക്കിക്കൊണ്ട് അനുമോദന കത്ത് തയ്യാറാക്കി നൽകി. കുറ്റ്യാടി MIUP സ്കൂളിൽ പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കായി ലിറ്റിൽ ജെംസ് ടാലന്റ് ലാബ് സംഘടിപ്പിച്ചു. സ്കൂളിലെയും പരിസര പ്രദേശങ്ങളിലെയും 4ഉം 5ഉം ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് നിരന്തരം മൂല്യനിർണ്ണയത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 വിദ്യാർത്ഥികൾക്കാണ് കോച്ചിംഗ് നൽകുക. ഭാവിയിലെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയാണ് കോച്ചിങ്ങിന്റെ ലക്ഷ്യം. ജില്ലയിലെ പ്രശസ്തരായ ട്രെയിനറുടെ സഹായത്താലാണ് കോച്ചിംഗ് നടത്തുന്നത്. നന്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത പീഡിയാട്രീഷ്യനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ സച്ചിത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MI സ്കൂൾ പ്രിൻസിപ്പൽ P ജമീല അധ്യക്ഷയായി. കൺവീനർ CK ഷിജന സ്വാഗതവും P ജമാൽ ആമുഖവും പറഞ്ഞു. SRG കൺവീനർ ലൈല, സീനിയർ അസിസ്റ്റന്റ് അഫീഫ, KP അബ്ദുൽ മജീദ് മാസ്റ്റർ, സൗമ്യ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി P സാജിദ് നന്ദി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം പൂർത്തിയായി. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കോടതി വിധിക്കെതിരെ കോഴിക്കോട്ട് സ്ത്രീ സംഘടനകളുടെ പ്രതിഷേധം. ശ്രീ മനോജ് അനുസ്മരണ സമിതിയുടെ 3ാമത് മാധ്യമ പുരസ്കാരം നടൻ വിനോദ് കോവൂരിന്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മഹാത്മാ മനുഷ്യാവകാശ സംരക്ഷണ സമിതി കൂട്ടായ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.